ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഒരു ഘടനാവർണ്ണനാണ് കേട്ടോ പഠിക്കാൻ പോണത്. ഘടനാവർണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റ് ഡിസ്ക്രിപ്ഷൻ, ഒരു സംഭവ വിവരണം. ഹാത്തിയോം കി രഹ് ഗുസർ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ഹാത്തിയോം കി രഹ് ഗുസർ. ഹാത്തിയോം എന്ന് പറഞ്ഞാൽ ആന, രഹ് ഗുസർ എന്ന് പറഞ്ഞാൽ നടപ്പാത, ആനകളുടെ നടപ്പാത. ഇത് എഴുതിയിട്ടുള്ളത് യാദവേന്ദ്ര ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. केरल और तमिഴ്നാട് की सीमा पर बसे जंगल की बात है. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാട്ടിലെ കാര്യമാണ്, കാടിനെ കുറിച്ചാണ്. ഏക് ഹത്തിനി അപ്നെ ദോ ബച്ചോം കെ സാത്ത് സഡക് പാർ കർ രഹി തി. ഒരു പിടിയാന തൻ്റെ 2 കുട്ടികളുടെ കൂടെ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. സൈക്കിൾ സെ ഷഹർ ജാ രഹേ ഏക് യുവകനെ ഇസ്കാ വീഡിയോ ബനാലിയ. സൈക്കിളിൽ പട്ടണത്തിലേക്ക് പോകുകയായിരുന്ന ഒരു യുവാവ് ഇതിൻ്റെ വീഡിയോ എടുത്തു. കുച്ച് മഹീനോ പഹലെ യഹ് വീഡിയോ ഖൂബ് ഫൈല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വീഡിയോ നന്നായി പ്രചരിച്ചു, അതായത് നന്നായിട്ട് വൈറലായി. ഐസ നഹീം ഹെ കി ഹാത്തി और उसके बच्चों ने पहली बार कोई सड़क पार की हो. ആനയും അതിൻ്റെ കുട്ടികളും ആദ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നതല്ല, അങ്ങനെ തോന്നുന്നില്ല. യഹാം ഗാസ്ത ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏക്ക് ബച്ചേക്ക ബഹുത് ചോട്ടാ ഹോന. ഒരു കുട്ടി വളരെയധികം ചെറിയ കുട്ടിയായിരുന്നു. സഡക് ഔർ ജംഗൽ കെ ബീച്ച് ഡിവൈഡർ ബനാദ. റോഡിൻ്റെയും കാടിൻ്റെയും ഇടയിൽ ഒരു ഡിവൈഡർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ചോട്ടേക്ക് ഊഞ്ചായി ഡിവൈഡർ ചിത്തിനിഹിദി. ആ ചെറിയ ആനയുടെ ഉയരം ഡിവൈഡറിൻ്റെ അത്ര തന്നെയായിരുന്നു. ചെറിയ ആനൻ്റെ ഉയരും ഡിവൈഡറിൻ്റെ ഉയരും സെയിം ആയിരുന്നു. ഹത്തിനി ഔർ ഉസ്കാ ബഡാ ബച്ച ആസാനി സെ ഡിവൈഡർ പാർ കർ ഗയേ. ആനയും അതിൻ്റെ വലിയ കുട്ടിയും എളുപ്പത്തിൽ ഡിവൈഡർ മുറിച്ച് കടന്നു. പർ ചോട്ട ഇദർ ഹി രഹ് ഗയ. എന്നാൽ ചെറുത് അവിടെ തന്നെ നിന്നു. അതും ചെറിയ കുട്ടിയും ഡിവൈഡറും ഒരേ ഹൈറ്റാണ് അല്ലേ, അപ്പോൾ ചെറുത് അവിടെ തന്നെ നിന്നു. മാം കോ അന്തേഷാദ. അമ്മയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. इसलिए वो जंगल में न जाकर सड़क की तरफ मुँह करके उसे देखने लगी. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു, കാട്ടിലേക്ക് പോകാതെ റോഡിന് നേരെ മുഖം തിരിച്ചിട്ട് ഇങ്ങനെ അവനെ നോക്കാൻ തുടങ്ങി. ബച്ചേ സെ ഡിവൈഡർ പാർ നഹീം ഹോ രഹാ ഹേ. കുട്ടിക്ക് ഡിവൈഡർ മുറിച്ച് കടക്കാൻ പറ്റുന്നില്ല. वह लौटी और डिवाइडर के पास जाकर बच्चे को सूंड से सहारा दिया. वह लौटी, അവൾ മടങ്ങി വന്നു. और डिवाइडर के पास जाकर बच्चे को सूंड से सहारा दिया. ഡിവൈഡറിൻ്റെ അടുത്തിലൂടെ പോയിട്ട് ആ കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് സഹായിച്ചു. बच्चे को പീച്ചേ സെ ധക്കേൽത്തേ ഹുയെ ദീവാർ പർ ചടായ. ആ കുട്ടിയെ പിന്നിൽ നിന്ന് തള്ളിക്കൊണ്ട് ചുമരിൽ കയറ്റി. ധക്കേൽത്തേ എന്ന് പറഞ്ഞാൽ തള്ളിക്കൊണ്ട് ചുമരിൽ കയറ്റി. തബ് ജാക്കർ വഹ് ഡിവൈഡർ പാർ കർ സക. അപ്പോൾ അതിനെന്ത് ചെയ്തു, ഡിവൈഡർ മുറിച്ച് കടക്കാൻ സാധിച്ചു. ഫിർ വേ തീനും ജംഗൽ മേം ചലകയെ. പിന്നീട് അവർ 3 പേരും കൂടി കാട്ടിലേക്ക് പോയി. അപ്പം കുട്ടിക്ക് ഡിവൈഡർ ക്രോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് ചുമരിലേക്ക് കയറ്റിയപ്പം അങ്ങനെ അവർക്ക് ആ കുട്ടിക്ക് ഡിവൈഡർ ക്രോസ് ചെയ്യാൻ പറ്റി. ഹിസ് കാം മേം 15-20 മിനിറ്റ് ലഗെ. ഈ ഒരു പ്രവൃത്തി 15-20 മിനിറ്റ് ഉണ്ടായിരുന്നു. 15-20 മിനിറ്റ് എടുത്തിട്ടാണ് ഈ ഒരു ആന അതിൻ്റെ കുട്ടിയെ ആ ഡിവൈഡർ ക്രോസ് ചെയ്യിപ്പിച്ചത്. തബ് തക് സഡക് കെ ധോനോ ഔർ ഗാഡിയോം രോക്കെ ലോക് ഗഡേ രഹേ. അതുവരെ
അതുവരെ എന്താണ് റോഡിൻ്റെ രണ്ട് സൈഡിലും വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇസ് ഭ്രേം ഭരി കോശിഷ് കോ ധീരജ് കെ സാത്ത് നിഹാർത്തേ രഹേ. ഈ സ്നേഹം നിറഞ്ഞ പരിശ്രമത്തെ അവർ എന്താണ് നല്ല ധൈര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ചെയ്യുന്നത്, ആന ഹെൽപ്പ് ചെയ്യുന്നത്, ആന കുട്ടിയെ സഹായിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഹാത്തിയോം സേ ചുടി ഏക് ഔർ ഘടന യാദ് ആ രഹി ഹി. ആനകളുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം ഓർമ്മ വന്നു. കോയി 10 സാൽ പഹലെ ഹം രാജാജി ഫോറസ്റ്റ് റിസർവ് കെ ചിലാ റേഞ്ച് സെ ഹോത്തെ ഹുയെ ഋഷികേശ് സെ ഹരിദ്വാർ की तरफ लौट रहे थे. हम कोई 10 साल पहले, ഒരു ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഹം രാജാജി ഫോറസ്റ്റ് റിസർവ് കെ ചില റേഞ്ച് സെ ഹോത്തെ ഹുയെ. നമ്മുടെ യാദവേന്ദ്ര, നമ്മുടെ കഥ ഈ സംഭവം എഴുതിയിട്ടുള്ള യാദവേന്ദ്രൻ രാജാജി ഫോറസ്റ്റ് റിസർവ് വഴി രാജാജി ഫോറസ്റ്റ് റിസർവിലെ ചില റേഞ്ച് വഴി ഇങ്ങനെ ഋഷികേശിൽ നിന്ന് ഹരിദ്വാറിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഷാം ഖാ സമൈത, വൈകുന്നേര സമയമായിരുന്നു. ഏക് ജഗഹ് പത്തലി സി പഹാടി നദി സഡക് കോ പാർ കർത്തി തി. ഒരു സ്ഥലത്ത് വളരെ നേർത്ത ഒരു മലനദി റോഡിന് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. വഹാം നദി കി ദോനോം തരഫ് ലിഖാ ഹുവ. അവിടെ നദീൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു രണ്ട് സൈഡിലും? അവർ ഋഷികേശിൽ നിന്ന് ഹരിദ്വാറിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, റോഡിൻ്റെ ഒരു നദി ക്രോസ് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? യഹ് ഹാത്തിയോംസ് കെ സഡക് പാർ കർനെ കി ജഗഹ് ഹേ. ഇത് ആനകളുടെ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. യദി ആപ്കോ ഹാത്തി ദിഖായി ദേ തോ രുക് ജായിയേ. ഒരു പക്ഷേ നിങ്ങൾ ആനനെ കാണുകയാണെങ്കിൽ അവിടെ നിൽക്കണം. ഹാത്തിയോം കോ സഡക് പാർ കർനെ ദേം. ആനകൾ റോഡ് ക്രോസ് ചെയ്യട്ടെ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്നതാണ്. ഒരു പക്ഷേ നമ്മൾ അവിടെ ആനനെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വണ്ടി നിർത്തണം. ആനകൾ റോഡ് ക്രോസ് ചെയ്യട്ടെ എന്നുള്ളൊരു ബോർഡ്, ഇവിടെ ഒരു ബോർഡ് കണ്ടോ? ഇതേപോലെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ കാണും അല്ലേ? അങ്ങനെ ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മുझे यह लिखा देखना ഹമേഷ രോമാഞ്ചിത് കർത്താത. എനിക്ക് ഈ എഴുതിയത് കാണുമ്പോൾ എപ്പോഴും ഒരു ആവേശമായിരുന്നു. ഈ എഴുതിയത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ആവേശമായിരുന്നു. ലേക്കിൻ അബ് തക് ഹാത്തിയോം കോ വഹാം സേ ഗുസർത്തെ നെഹീം ദേഖാത. എന്നാൽ ഇതുവരെ ആനകൾ അതിലൂടെ കടന്നു പോകുന്നത് കണ്ടിട്ടില്ലായിരുന്നു. യാദവേന്ദ്ര ഒരുപാട് പ്രാവശ്യം അതിലൂടെ പോയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരു ആവേശമായിരുന്നു. ആ ഒരു ഇവിടെ ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് എഴുതി വെച്ചത് കാണാം. അപ്പോൾ അവിടെ ആന പോകുമോ എന്നുള്ള കാണാനുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത്രയും ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.